എക്സലിൻ്റെ ട്രിക്കാണ്. നമ്മൾ ഇതേപോലെ ഇങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ കൂടുതൽ ലെറ്റർ ഉണ്ടെങ്കിൽ നമ്മൾ ഈ സെൽസിൻ്റെ ഉള്ളിൽ കൊള്ളൂല. അപ്പോൾ നമ്മൾക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ വലിച്ചിടേണ്ട ഒരു ആവശ്യമുണ്ട്. ഇതിപ്പോൾ അതൊന്നും ചെയ്യാതെ എത്ര ലെറ്റർ ആണോ നമുക്ക് ടൈപ്പ് ചെയ്യണത് എന്നിട്ട് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അഡ്ജസ്റ്റ് ആവുന്നുണ്ട്. നിങ്ങൾ കൂടുതൽ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സെൽസിൽ നിന്ന് വിട്ട് നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതേപോലെ നമുക്ക് കുറവ് ലെറ്ററിന് ടൈപ്പ് ചെയ്യണമെങ്കിൽ ബാക്കി സ്പേസ് ഇതേപോലെ ഉണ്ടാവും. ഇത് രണ്ടും ഇല്ലാതെ ഉപയോഗിച്ചിട്ട് ഒറ്റ ക്ലിക്കിൽ നമുക്ക് ഇത് ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ട്രിക്കാണെന്ന് അത് വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ അതിനായിട്ട് ഈ ഷീറ്റിൻ്റെ അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ വ്യൂ കോഡ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. അടുത്തൊരു വിൻഡോ ഓപ്പൺ ആയി വരും. ഇതിൽ ജനറലായിരിക്കും കിടക്കുന്നുണ്ടാവുക. ഇത് സെലക്ട് ചെയ്തിട്ട് വർക്ക് ഷീറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ ഒരു ഫോർമുല ടൈപ്പ് ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. ഈ ഫോർമുലയാണ് സെൽസ് ഡോട്ട് എൻറ്റയർ കോളം ഡോട്ട് ഓട്ടോ ഫിറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. അങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ചെയ്തിപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ സാധിക്കും. എന്തെങ്കിലും ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആ കോളത്തിലുള്ളത് ആ വലുപ്പം അഡ്ജസ്റ്റ് ആയി പോകുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ലെറ്റർ ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റ് ആവുന്നുണ്ട്. കൂടുതൽ ലെറ്റർ ഉള്ളത് ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് നോക്കാം. എന്നിട്ട് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഇത് അഡ്ജസ്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടിയിട്ട് ചാനലൊന്ന് ഫോളോ ചെയ്യാം.